ഇത് റോമിലെ സാന്താക്രോസ് ദെല്ല ജെറുസലേമേ എന്ന ബസിലിക്ക മനുഷ്യകുലത്തിന്റെ മുഴുവൻ പാപങ്ങൾക്കുള്ള മോചനദ്രവ്യമായി സ്വയം ബലിയായ ദൈവപുത്രന്റെ വിശുദ്ധ കുരിശിന്റെയും പീഡാസഹനങ്ങളുടെയും ചരിത്രശേഷിപ്പുകൾ വണക്കത്തിലുള്ള പുണ്യസ്ഥലം. വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പുകൾക്ക് പുറമെ ഈശോയുടെ മുൾക്കിരീടത്തിലെ 2 മുള്ളുകളും കുരിശിലെ ഒരാണിയും ഈശോയുടെ വിലാവിൽ സ്പർശിക്കാൻ ആഗ്രഹിച്ച തോമാശ്ലീഹായുടെ വിരലിന്റെ അസ്ഥിയും ഈശോയുടെ കുരിശിലെ ലിഖിതത്തിന്റെ തിരുശേഷിപ്പും ഇവിടെ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. വിശ്വാസത്തെയും ചരിത്രത്തെയും ബന്ധിപ്പിക്കുന്ന ദൃശ്യ അടയാളങ്ങളായി ഇവ ഇവിടേക്ക് തീർത്ഥാടകരെ ആകർഷിക്കുന്നു. വിശുദ്ധ കുരിശിന്റെ ശേഷിപ്പുകളുടെ ചരിത്രം ഹെലേന രാജ്ഞിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റോമിൽ മതപീഡനം അവസാനിപ്പിച്ച് സ്വയം ക്രിസ്ത്യാനിയായി തീർന്ന കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ മാനസാന്തരത്തിനു പിന്നിലും അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസ ജീവിതത്തിലും അമ്മയായ ഹെലേന രാജ്ഞിയുടെ നിരന്തരമായ പ്രാർത്ഥനയും പ്രോത്സാഹനവും ഉണ്ടായിരുന്നു എന്നത് നിസ്തർക്കമായ കാര്യമാണ്. ഹെലേന രാജ്ഞിയുടെ കൊട്ടാരത്തിലെ സ്വകാര്യ പ്രാർത്ഥനാ മുറിയിലാണ് റോമിൽ നിന്നും കൊണ്ടുവന്ന വിശുദ്ധ കുരിശിന്റെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചത്. ഈ പ്രാർത്ഥനാ മുറിയാണ് പിൽക്കാലത്ത് വലിയൊരു ബസിലിക്കയായി മാറിയത്. ചരിത്രകാരനായ റുഫിനൂസിന്റെ രചനകളിൽ കാണുന്നതനുസരിച്ച് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളോടെ ജെറുസലേമിലെത്തിയ ഹെലേന രാജ്ഞി കാൽവരിക്കുന്ന് പ്രാർത്ഥനയോടെ കയറുകയും അവിടെ നിന്നും 3 കുരിശുകളുടെ ഭാഗങ്ങൾ ജെറൂസലമിലെ ദേവാലയത്തിൽ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും ചെയ്തു. ജെറൂസലമിലെ പാത്രിയാർക്കീസ് രാജ്ഞിയോടുള്ള ബഹുമാനാർത്ഥം ആ ഭാഗങ്ങൾ ദേവാലയത്തിൽ പ്രദർശിപ്പിച്ചു. ആ അവസരത്തിൽ അതിലൊരു ഭാഗത്തെ സ്പർശിച്ച രോഗികൾ സുഖം പ്രാപിച്ചതോടെയാണ് ഈശോയുടെ കുരിശിന്റെ ഭാഗമാണ് അതെന്ന വിശ്വാസത്തിലേക്ക് രാജ്ഞിയും മറ്റുള്ളവരും എത്തിയത്. ചരിത്രപരതയേക്കാൾ വിശ്വാസത്തിനും പീഡാനുഭവ ധ്യാനത്തിനും മുൻതൂക്കം നൽകിക്കൊണ്ട് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഈശോയുടെ പീഡാസഹനത്തിന്റെ അമൂല്യമായ സ്മരണയുണർത്തുന്ന ഈ തിരുശേഷിപ്പുകൾ ഇന്നും റോമിൽ പൂജ്യമായി വണങ്ങപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ, ബെനഡിക്റ്റ് 16 പാപ്പ, ഫ്രാൻസിസ് പാപ്പ തുടങ്ങിയ മാർപ്പാപ്പമാർ വിശുദ്ധവാരത്തിൽ വിശുദ്ധ കുരിശിന്റെ ബസിലിക്കയിൽ നിശബ്ദ ധ്യാനത്തിന് എത്തിയിട്ടുണ്ട്.